ഗസക്കാർക്ക് ഇത് അക്ഷരാർത്ഥത്തിൽ ത്യാഗത്തിന്റെ പെരുന്നാളാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ തങ്ങളുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരുന്നതിനിടെ വലിയ പൊലിമകൾ ഇല്ലാതെയാകും ഇവരുടെ പെരുന്നാൾ ആഘോഷം. പോലെ വലിയ തിരക്കില്ല. ബലിദാനത്തിനുള്ള മൃഗങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അധിക പേർക്കും പണമില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ തുച്ഛമായ വിലക്കാണ് മൃഗങ്ങളെ വിൽക്കുന്നത്. പക്ഷേ വാങ്ങാൻ കുറച്ചുപേരെ എത്തുന്നുള്ളൂ. ഗസയിൽ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ മാംസമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർക്കില്ല. ഗസയിലുണ്ടായിരുന്ന അനേകം കന്നുകാലികൾ ഇസ്രായേൽ ആക്രമണത്തിൽ നശിച്ചതിനാൽ 8000 മൃഗങ്ങളെയാണ് ഗസയിലേക്ക് പെരുന്നാളിനായി ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. والناس زي ما تقول نفسيتها تعبانه من الحرب اللي صار فيها. يعني الناس لليوم بدي اقول لك يعني في ناس نايمه في الشوارع ما فيش يعني وين بده يضحي وين بده يحطها. കൃഷിയും കച്ചവടവും കമ്പനികളും എല്ലാം കഴിഞ്ഞ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. അതിനാൽ പലരും ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. 50,000 പേരാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ശമ്പളം കിട്ടാതെ ജീവിക്കുന്നത്. ഏതായാലും ഉള്ളതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഗസക്കാർ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പെരുന്നാൾ അവധി ദിനങ്ങളിൽ കുവൈത്തിൽ റുത്തൂബയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച മുതൽ ഏറിയും കുറഞ്ഞും അനുഭവപ്പെടുന്ന റുത്തൂബ ഏതാനും ദിവസം വരെ തുടർന്നേക്കുമെന്നാണ് കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 12 മുതൽ 35 വരെ കിലോമീറ്റർ വേഗതയിലുള്ള തെക്ക് കിഴക്കൻ കാറ്റാണ് കടലിൽ രൂപപ്പെടുന്ന റുത്തൂബയെ കരഭാഗത്തേക്ക് എത്തിക്കുന്നത്. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ സബാഹ് സ്വദേശികൾക്കും വിദേശികൾക്കും ഉൾപ്പെടെ രാജ്യനിവാസികൾക്ക് ആശംസകൾ നേർന്നു. മുഴുവൻ ജനങ്ങൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ബലിപ്പെരുന്നാൾ ആഘോഷിക്കാൻ അവസരമുണ്ടാവട്ടെയെന്നും എല്ലാ ആപത്തുകളിൽ നിന്നും രാജ്യത്തിന് രക്ഷയുണ്ടാവട്ടെയെന്നും അമീർ പ്രാർത്ഥിച്ചു. അയൽപ്പക്ക രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അറബ് മുസ്ലിം ഭരണാധികാരികൾക്കും അമീർ പെരുന്നാൾ ആശംസകൾ നേർന്നു. സംഘർഷങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തോടെ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടാടാൻ എല്ലാവർക്കും സാധ്യമാവട്ടെയെന്നും അമീർ കൂട്ടിച്ചേർത്തു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും സംയുക്തമായി നടത്തുന്ന ഈദ്ഗാഹുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുവൈത്തിൽ 11 സ്ഥലങ്ങളിലാണ് സംയുക്ത ഈദ്ഗാഹുകൾ ഒരുക്കുന്നത്. രാവിലെ 6 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം നടക്കുക. എല്ലാ ഈദ്ഗാഹുകളിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ പങ്കെടുക്കുന്ന അബ്ബാസിയ യുണൈറ്റഡ് സ്കൂൾ മൈതാനത്തെ ഈദ്ഗാഹിന് യുവ പ്രാസംഗികൻ നൌഷാദ് മദനി കാക്കവയിൽ നേതൃത്വം നൽകും. സാൽമിയ പാർക്കിൽ സക്കീർ ഹുസൈൻ തുവൂർ, ജഹ്റ ഗസർ KFH റൗണ്ട് അബൌട്ടിന് സമീപത്തെ മസ്ര പാർക്കിൽ മുഹമ്മദ് അരിപ്ര, ഫഹാഹിൽ ബദലിയ പാർക്കിൽ അൻവർ സയ്യിദ്, മംഗഫ് കേംബ്രിഡ്ജ് സ്കൂളിന് സമീപം സയ്യിദ് അബ്ദുറഹിമാൻ തങ്ങൾ, മഹബൂല ഗ്രീൻ സർക്കിൾ ഫുട്ബോൾ കോർട്ടിൽ ഫൈസൽ മഞ്ചേരി, ഹവല്ലി അൽ ഉസ്മാൻ മ്യൂസിയത്തിന് സമീപം ഇബ്രാഹിംകുട്ടി സലഫി, കുവൈത്ത് സിറ്റി ബലദിയ പാർക്കിൽ അനീസ് ഫാറൂഖി, ഖൈത്താൻ ബൂബിയാൻ ബാങ്കിന് എതിർവശം KA സുബൈർ, ഫർവാനിയ ദാറുൽ ഖുറാന് സമീപം മൗലവി അബ്ദുൽ നാസിർ മുട്ടിൽ, റിഖയി പെട്രോൾ പമ്പിന് എതിർവശത്തെ പാർക്കിൽ അനീസ് അബ്ദുൽ സലാം എന്നിവർ ഈദ്ഗാഹുകൾക്ക് നേതൃത്വം നൽകും. മീഡിയ 1 കുവൈത്ത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ സന്ദർശനം നടത്തി. ഇക്കൊല്ലം സൈനിക പിന്മാറ്റമുണ്ടാവുമെങ്കിലും അഫ്ഗാനെ തനിച്ചാക്കില്ലെന്ന് കാമറൺ പറഞ്ഞു. പുതിയ പ്രസിഡന്റായി അഷ്റഫ് ഗനി ചുമതലയേറ്റ് 4 ദിവസത്തിനുള്ളിലാണ് കാമറൂണിന്റെ സന്ദർശനം. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥക്കും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കും ഒടുവിലാണ് അഷ്റഫ് ഗനി പ്രസിഡന്റായി ചുമതലയേറ്റത്. സുരക്ഷിതവും സുസ്ഥിരവും സമൃദ്ധവുമായ അഫ്ഗാൻ കെട്ടിപ്പടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കാമറൂൺ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ പിൻവലിക്കും. എന്നാൽ ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റമല്ലെന്നും കാമറൂൺ കൂട്ടിച്ചേർത്തു. അഫ്ഗാനിസ്ഥാനെ തനിച്ചാക്കില്ല. അഫ്ഗാനിസ്ഥാൻ ദേശീയ സേനയ്ക്ക് ബ്രിട്ടൻ മികച്ച പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബൈറ്റ്. താലിബാനെതിരായ ആക്രമണത്തിൽ ഇതുവരെ 450 ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ വർഷത്തോടെ തങ്ങളുടെ സൈനികരെ പിൻവലിച്ച് താലിബാനെതിരായ നീക്കത്തിന് മികച്ച പരിശീലനം നൽകി അഫ്ഗാൻ സൈന്യത്തെ ഉപയോഗപ്പെടുത്താനാണ് ബ്രിട്ടൻ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിൽ എത്തിയ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളത്തിന് ദോഹയിലെ യൂത്ത് ഫോറം പ്രവർത്തകർ സ്വീകരണം നൽകി. മൻസൂറയിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ യൂത്ത് ഫോറം പ്രസിഡന്റ് SA ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ഷാർജ അൽ താവൂനിലെ ഏകതാ നവരാത്രി മണ്ഡപത്തിൽ വിജയദശമി ദിനത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിൽ 200ഓളം കുട്ടികൾ പങ്കെടുത്തതായി സംഘാടകർ പറഞ്ഞു. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനു, ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, നെല്ലായി K വിശ്വനാഥൻ, ഡോക്ടർ വിശ്വനാഥൻ, രാധാകൃഷ്ണൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മംഗളപ്പിള്ള, പ്രൊഫസർ ആനന്ദനാരായണ ബാബു എന്നിവരായിരുന്നു പ്രധാന ഗുരുക്കന്മാർ.
കേരളപ്പിറവിയോടനുബന്ധിച്ച് സംസ്കൃതി ഖത്തർ കുട്ടികൾക്കായി വിവിധ കലാപരിപാടികൾ നടത്തുന്നു. ഒക്ടോബർ 31 വൈകുന്നേരം 5 മണി മുതൽ ICC അശോക ഹാളിലാണ് പരിപാടികൾ. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 25 സ്കിൽസ് ഡെവലപ്മെന്റ് റിസർച്ച് സെന്ററിൽ വെച്ച് വിവിധ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി സംഘാടകർ അറിയിച്ചു. മസ്കത്തിലെ നായർ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ നായർ ഫാമിലി യൂണിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ചിങ്ങപ്പൊന്നോണം എന്ന പേരിൽ മസ്കത്ത് അൽഫലജ് ഹോട്ടലിലാണ് നായർ ഫാമിലി യൂണിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചത്. അംബാസഡർ JS മുഗൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാർ, ഭാര്യയും അഭിനേത്രിയുമായ മേനക സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിദ്യാഭ്യാസ കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്കും അംഗങ്ങൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ശിവശങ്കരപിള്ള സ്വാഗതവും AR ശിവൻപിള്ള നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ വൺ, മസ്കത്ത്. 14ാമത് ബെയ്റൂത്ത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് ലബനാനിൽ തുടക്കമായി. അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി സിനിമാ പ്രവർത്തകർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ഫ്രഞ്ച് സിനിമയായ ക്ലൗഡ്സ് ഓഫ് സിൽസ്മരിയായിരുന്നു ഉദ്ഘാടന ചിത്രം. ഫ്രഞ്ച് നായിക ജൂലി ഗായത്ത്, സംവിധായകനായ കരീം റഹ്മാനി തുടങ്ങിയ പ്രമുഖർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പരിപാടിയിലെത്തിയിരുന്നു. മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടാണ് ശ്രദ്ധേയമായതെന്ന് ബെയ്റൂത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പ്രസിഡന്റ് കോളറ്റ് നൌഫൽ പറഞ്ഞു. بيروت انترناشونال فيلم فيستيفال له قيمه بلبنان وعندهم العالم عندهم حشريه يجوا يحضروا هالفيستيفال خصوصا انه في عنا البريمير مع جوليات بينوش واوليفيا اساياس. ലബനാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയായി തന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഫ്രഞ്ച് നായിക ഗായത്തും പറഞ്ഞു. d'un grand comédien qui m'a fait rêver, Humayoun Ershadi, que j'ai vu à l'UNESCO à Paris. മിഡിൽ ഈസ്റ്റ് ഡോക്യുമെന്ററി, ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം, ഹ്യൂമൻ റൈറ്റ് കാറ്റഗറി, റോബർട്ടോയുടെ റെട്രോസ്പെക്റ്റീവ് തുടങ്ങി 6 കാറ്റഗറികളിലായാണ് ഫെസ്റ്റിവൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ. ഖത്തറിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ട്. കടകൾക്ക് മുൻപിൽ വാഹനങ്ങൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുന്നതിന് ട്രാഫിക് വിഭാഗം വിലക്ക് ഏർപ്പെടുത്തിയതാണ് വിൽപ്പന കുറയാൻ കാരണമായത്. ഇതോടെ ഉപയോഗിച്ച വാഹനങ്ങൾ വിൽപ്പന നടത്താൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് മുനിസിപ്പൽ അധികൃതരോട് ആവശ്യപ്പെടുകയാണ് വ്യാപാരികൾ. കുവൈത്തിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചിന് അറേബ്യൻ ബിസിനസ് കുവൈത്ത് അവാർഡ് 2014 ഫിനാൻഷ്യൽ സർവീസ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. എല്ലാ വർഷവും വ്യക്തിപര മികവിനും കോർപ്പറേറ്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം നൽകുന്ന ഫിനാൻഷ്യൽ സർവീസ് ഓഫ് ദി ഇയർ പുരസ്കാരം ITP പബ്ലിക്കേഷന്റെ അറേബ്യൻ ബിസിനസ് മാഗസിനാണ് സംഘടിപ്പിച്ചത്. ധനവിനിമയ രംഗത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലുലു എക്സ്ചേഞ്ചിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ധനവിനിമയ മേഖലയിലെ കമ്പനിയുടെ ഘട്ടം ഘട്ടമായ വളർച്ചയും മികച്ച സാമ്പത്തിക സേവനങ്ങളുമാണ് ലുലു എക്സ്ചേഞ്ചിനെ ഫിനാൻഷ്യൽ സർവീസ് ഓഫ് ദ ഇയർ പുരസ്കാര ലബ്ധിയിലേക്ക് ഉയർത്തിയത്. വിദേശ കറൻസി വിനിമയവും പണമയക്കൽ സേവനങ്ങളുമെല്ലാം ഇതിലുൾപ്പെടും. ജനങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതമായ സേവനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഈ പുരസ്കാരമെന്നും ഉയർന്ന നിലവാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മൂല്യാധിഷ്ഠിതമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ കമ്പനി ശ്രമിക്കാറുണ്ടെന്നും ലുലു എക്സ്ചേഞ്ച് CEO ആയ അദീബ് അഹമ്മദ് പുരസ്കാരം ലഭിച്ച സന്തോഷം പങ്കുവച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. 2 വർഷത്തിനകം വ്യത്യസ്ത ഭാഗങ്ങളിലായി 14ഓളം ശാഖകൾ കുവൈത്തിൽ ലുലു എക്സ്ചേഞ്ചിനുണ്ട്. ജനങ്ങൾ നൽകിയ സ്വീകാര്യതയാണ് കമ്പനിക്ക് ഇത്തരത്തിലൊരു വളർച്ച നേടാൻ സഹായകരമായത്. ലുലു എക്സ്ചേഞ്ചിന് പുറമെ അൽഷായ മികച്ച റീറ്റെയിൽ കമ്പനി, ബൗബിയൻ ബാങ്ക് മികച്ച ഇസ്ലാമിക് ബാങ്ക്, സെയിൻ മികച്ച ടെലികോം കമ്പനി, അജിലിറ്റി മികച്ച ലോജിസ്റ്റിക് കമ്പനി എന്നിവയും അറേബ്യൻ ബിസിനസ് കുവൈത്ത് അവാർഡ് 2014 വ്യത്യസ്ത വിഭാഗങ്ങളിലെ പുരസ്കാരത്തിന് അർഹമായി. മീഡിയ വൺ, കുവൈത്ത്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും അമിതമായി വില ഈടാക്കുന്നതിനെതിരെ ഖത്തറിൽ സർക്കാർ നടപടിയെടുക്കുന്നു. നിശ്ചയിച്ച വിലയ്ക്ക് സാധനങ്ങൾ നൽകണമെന്നാണ് കർശന നിർദ്ദേശം. ബലിപെരുന്നാൾ പ്രമാണിച്ച് ജനങ്ങൾക്ക് ആവശ്യം വേണ്ട പച്ചക്കറികൾക്കും പഴങ്ങൾക്കും നിശ്ചയിച്ച വില മാത്രമേ ഈടാക്കാവൂ എന്ന് ഖത്തർ ഗവൺമെന്റ് നിർദ്ദേശം നൽകി. സാധനങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് പച്ചക്കറികൾക്ക് അമിതമായി വില കയറ്റുന്ന രീതി തടയുന്നതിനാണ് സർക്കാർ നടപടി. പെരുന്നാൾ പ്രമാണിച്ച് ഇത്തരം സാധനങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് കുറച്ച് ഡിമാൻഡ് അനുസരിച്ച് വില കൂട്ടാനുള്ള നീക്കം തടയുന്നതിനാണിത്. തക്കാളി, കക്കിരി, സൗദി കാരറ്റ്, നേന്ത്രപ്പഴം, ലബനാൻ ആപ്പിൾ, ആഫ്രിക്കൻ ഓറഞ്ച്, ഈജിപ്ഷ്യൻ ഉറുമാമ്പഴം, തുർക്കി മുന്തിരി തുടങ്ങിയ ഇനങ്ങൾക്ക് കൃത്യമായി വില നിശ്ചയിച്ചിട്ടുണ്ട്. ജോർദാൻ തക്കാളിക്ക് 3.50 ഖത്തർ റിയാലും കക്കിരിക്ക് 4 റിയാലുമാണ് ഈദ് ദിനങ്ങളിൽ ഈടാക്കുക. പച്ചടി ചീരക്ക് 6 ഖത്തർ റിയാലും സൗദി ക്യാരറ്റിന് 3 റിയാലും വാഴപ്പഴത്തിന് 6 റിയാലും മാത്രമേ ചില്ലറ വിൽപ്പനക്കാർ ഈടാക്കാൻ പാടുള്ളൂ.
ഈദുൽ അദ്ഹ പ്രമാണിച്ച് വ്യാപാരികളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് സാധനങ്ങൾക്ക് കൃത്യമായി വില ഈടാക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വില നിലവാരം പിടിച്ചു നിർത്തുന്നതിനായി ഇതാദ്യമായാണ് സർക്കാർ നേരിട്ട് സെൻട്രൽ മാർക്കറ്റിൽ ഇടപെടുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. യമനിൽ വിദേശ സഹായത്തോടെ സായുധ കലാപകാരികൾ നടത്തുന്ന അഴിഞ്ഞാട്ടം കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ മുന്നറിയിപ്പ്. യമനിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഗൾഫ് മേഖലയുടെ പൊതുസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും യോഗം വിലയിരുത്തി. രാഷ്ട്രീയ അസ്ഥിരത ഇല്ലാതാക്കാൻ സർക്കാരും വിമത വിഭാഗങ്ങളും തമ്മിൽ UN മധ്യസ്ഥതയിൽ രൂപം കൊണ്ട യമൻ കരാർ മാനിക്കപ്പെടണമെന്ന് ഗൾഫ് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ആവശ്യപ്പെട്ടു. ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള സായുധ കലാപകാരികളുടെ നീക്കം ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം യമന്റെ സുരക്ഷ എന്നത് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ കൂടിയാണ്. യോഗാനന്തരം പുറത്തുവിട്ട പ്രസ്താവനയിൽ GCC നേതൃത്വം ചൂണ്ടിക്കാട്ടി. UN-ന്റെ പ്രത്യേക ദൂതൻ ജമാൽ ബിൻ ഒമർ യമൻ തലസ്ഥാനമായ സനായിലും സൗദി അറേബ്യയിലും സന്ദർശനം നടത്താനിരിക്കെയാണ് ഗൾഫ് ആഭ്യന്തരമന്ത്രിമാർ അടിയന്തര യോഗം ചേർന്നത്. സർക്കാർ കെട്ടിടങ്ങളും മറ്റും കൈയടക്കിയ സായുധ കലാപകാരികൾ അവിടെ നിന്ന് ഉടൻ പിന്മാറണമെന്നും GCC നേതൃത്വം ആവശ്യപ്പെട്ടു. ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും പിന്തുണയോടെയാണ് ഹൂത്തി വിമതർ തലസ്ഥാന നഗരിയിലെ സുപ്രധാന കെട്ടിടങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കിയതെന്നാണ് GCC വിലയിരുത്തൽ. എന്നാൽ ഇറാനെ പേരെടുത്ത് വിമർശിക്കാൻ ഇന്നത്തെ യോഗത്തിൽ GCC നേതൃത്വം തയ്യാറായില്ല. അംഗരാജ്യങ്ങളുടെ നിലവിലുള്ള സുരക്ഷാ നടപടികളെക്കുറിച്ചും യോഗം ചർച്ച നടത്തിയതായി GCC നേതൃത്വം അറിയിച്ചു. സൗദി ഉൾപ്പെടെ ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും IS വിരുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ടുവരുന്നതിനിടയിലാണ് യമനിൽ ഇറാൻ പിന്തുണയോടെ ഹൂത്തി വിമതർ പിടിമുറുക്കിയതെന്നതും ശ്രദ്ധേയമാണ്. MCA നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്. സമാധാന സന്ദേശം പകർന്ന് തുനീഷ്യയിൽ സംഗീത സമ്മേളനം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരാണ് തുനീഷ്യൻ തലസ്ഥാനമായ തൂനിസിൽ സംഗീത വിരുന്ന് നടത്തിയത്. ഇറാൻ, മൊറോക്കോ, സ്പെയിൻ, ഫലസ്തീൻ, ഇന്ത്യ, വെസ്റ്റ് ആഫ്രിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകരും സംഗീതജ്ഞരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സമകാലിക പാരമ്പര്യ ഇനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടി പാശ്ചാത്യ പൗരസ്ത്യ വാദ്യോപകരണങ്ങളുടെ മനോഹരമായ സമ്മേളനമായിരുന്നു. ലോകത്ത് സമാധാനം പകരുവാൻ സംഗീത മാധ്യമമാക്കി തുണീഷ്യയിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് 9ാം തവണയാണ്. ISIS ഭീകരർ ഇറാഖിലും സിറിയയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഗാനങ്ങൾക്ക് പ്രമേയമായി. ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അപലപിക്കുന്നുവെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഫലസ്തീൻ ഗായിക സന മൂസ പറഞ്ഞു. أكيد فلسطين وأكيد الأحداث حاضرة في الأحداث الأخيرة في غزة أو مجريات حياتنا في فلسطين. ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാൻ സംഗീതോത്സവം പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സംഗീത സദസ്സിൽ പങ്കെടുത്തവർ പിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.